ഹലോ, ഇന്ന് ജൂൺ 18. കേരള ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു വ്യക്തിത്വം, മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ, ഒരു നവോത്ഥാന നായകൻ്റെ ഓർമ്മ ദിനമാണിന്ന്. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ഇത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 1863 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചത്. ആധുനിക ദളിതരുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അധസ്ഥിത ജനവിഭാഗക്കാർക്കായിട്ട് അക്ഷീണം പ്രയത്നിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. ആളിക്കത്തിയ തീപ്പൊരി എന്നൊരു വിശേഷണമുണ്ട് അദ്ദേഹത്തിന്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പുലയരാജ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ദളിതർക്കായിട്ട് ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ വേണ്ടി 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അദ്ദേഹം നടത്തിയ വില്ലുവണ്ടി യാത്ര കേരള ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്ത് അദ്ദേഹം കല്ലുമാല പ്രക്ഷോഭം നടത്തി. ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം 2002 അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശവകുടീരം പാഞ്ചജന്യം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മാരകം ചിത്രകൂടം എന്ന് വിളിക്കുന്നു. 1915 പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ലഹളയാണ് ഊരൂട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് EK നായനാരാണ്. അധകൃത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം 1907 സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന യോഗം. 1941 ജൂൺ 18 അദ്ദേഹം അന്തരിച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ല എങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കേരളത്തിലെ ആ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി ആരാണ്? അദ്ദേഹത്തിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ പേര് നിറയട്ടെ. എല്ലാവരും കമൻറ്റ് ചെയ്യുക.